എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സാമ്പാർ പൊടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 50 ഗ്രാം മുളകാണ് എടുത്തിരിക്കുന്നത്. അത് എരിവുള്ള മുളകും കാശ്മീരി മുളകും കൂടെ സമമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് തുവരപ്പരിപ്പ്. ഇത് നമ്മൾ സാമ്പാർ വെക്കുന്ന അതേ പരിപ്പ് തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, ഒരു 1.5 ടേബിൾ സ്പൂൺ ഉലുവ, ഒരു 25 ഗ്രാം കായവുമാണ് എടുത്തിരിക്കുന്നത്. സാമ്പാർ പൊടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ട് ഉലുവയും കായവുമാണ്. ഇതെല്ലാം നന്നായിട്ട് ഞാൻ കഴുകി ഉണങ്ങിയെടുത്തതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ പുഴുക്കലരി, അത് നമ്മൾ ചോറ് വെക്കുന്ന അതേ അരി. കുറച്ച് കറിവേപ്പില, അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനൊരു പാത്രം അടുപ്പയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ ചൂടായതിന് ശേഷം നമ്മൾ മുളകൊക്കെ ഇടുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. അങ്ങനെയാകുമ്പം കരിഞ്ഞു പോവുകയില്ല. നമുക്ക് നല്ല ഫ്രഷായ സാമ്പാർ പൊടി നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. മായം ചേർക്കാത്ത ടേസ്റ്റോട് കൂടിയ സാമ്പാർ പൊടി. മുളകിപ്പം ആയി വന്നിട്ടുണ്ട്, കണ്ടോ? കളറൊക്കെ മാറി നല്ല കിലുകില എന്നുള്ള ശബ്ദം വരും മുളക് ഫ്രൈ ആയി കഴിയുമ്പോൾ. ആ സമയത്താണ് വാങ്ങി മാറ്റാം. ഞാൻ പാനിലേക്ക് മല്ലി ഇട്ട് കൊടുക്കുന്നു. മല്ലി അതുപോലെ തന്നെ ഒരെണ്ണം എടുത്തൊന്ന് നമ്മളൊന്ന് കൈകൊണ്ട് തിരുമ്മി നോക്കുമ്പോൾ അത് പൊടിഞ്ഞു വരും. അതാണ് മല്ലിയുടെ ഭാഗം. ഇപ്പം കളർ മാറി ആയിട്ടുണ്ട്, മല്ലി ആയിട്ടുണ്ട്. അതും വാങ്ങി മാറ്റി. ഇനി തുവരപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. തുവരപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. അതിൻ്റെ കളറും ഒന്ന് മാറി വരും. ആ സമയത്ത് ഇതും വാങ്ങി മാറ്റാം. ഈ തുവരപ്പരിപ്പും ഉഴുന്നും അരിയൊക്കെ ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ സാമ്പാർ വെക്കുമ്പം നല്ല ടേസ്റ്റും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. അതിനാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതൊന്നും ഇല്ലാതെ വേണമെങ്കിലും നമുക്ക് മുളകും മല്ലിയും കായോ ഉലുവായും കറിവേപ്പിലയും കൂടെ തന്നെയും പൊടിച്ച് സാമ്പാർ പൊടി എടുക്കാം. ഉഴുന്നിട്ടു. ഉഴുന്ന് കണ്ടോ, നല്ലൊരു ഗോൾഡൻ കളറായി വരികയും ചെയ്യും. നല്ലൊരു സ്മെല്ലും വരും ഉഴുന്ന് ഫ്രൈ ആയി വരുമ്പോൾ. അതാണ് ഉഴുന്നിൻ്റെ പാകം. ആയിക്കഴിഞ്ഞിട്ടുണ്ട്, അതും വാങ്ങി മാറ്റുന്നു. ഇതിലേക്ക് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി ഫ്രൈ ആകുമ്പോൾ ഓരോന്നിങ്ങനെ പൊട്ടി പൊട്ടി വരുമല്ലോ, അതിൻ്റെ കളറും മാറി വരും. അങ്ങനെ അരിയും വറുത്ത് മാറ്റി വെക്കാം. ഉലുവ ഇട്ട് കൊടുക്കുന്നു. ഉലുവ വറക്കുമ്പോൾ നമുക്കറിയാം നല്ലൊരു സ്മെല്ല് വരും എന്നുള്ളത്. അതിൻ്റെ കളറും മാറി ഒരു ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ ഉലുവയും മാറ്റി. ലാസ്റ്റ് ഇതിലേക്ക് കറിവേപ്പിലയാണ്. ലാസ്റ്റ് കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ പാത്രം നന്നായിട്ടും ചൂടായിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് തന്നെ കറിവേപ്പില ഫ്രൈ ആയി കിട്ടും. 1 മിനിറ്റ് പോലും എടുക്കുകയില്ല ഇത് ഫ്രൈ ആകാൻ. കണ്ടോ, നന്നായി ചൂടായിരുന്ന പാത്രത്തിലേക്ക് കറിവേപ്പില ഇട്ടപ്പം പെട്ടെന്ന് തന്നെ നല്ല ഫ്രൈ ആയി കഴിഞ്ഞു. കായം ചെറുതായിട്ട് ഞാൻ ആ 1 കഷ്ണം കായം ചെറുതാക്കി 4 കഷ്ണമാക്കി ഇതേ മുറിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നത് ഫ്രൈ ആകാനാണ് അങ്ങനെ ചെയ്തത്. ഇതിനി തിരിച്ചും മറിച്ചും ഒരു 2-3 പ്രാവശ്യം ഇട്ട് കഴിയുമ്പോഴത്തേനും അത് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഉണങ്ങി വന്നു കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ പെട്ടെന്നത് ഫ്രൈ ആയി വരും. ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നന്നായിട്ട് അതൊന്ന് കുമ്പള പോലെ വീർത്തും വരും. ആ സമയത്ത് വാങ്ങണം. അപ്പോൾ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം വറുത്തതെല്ലാം ഇത് അവർ തണുക്കാനായിട്ട് ഞാൻ നിരത്തി ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒന്നിച്ച് പൊടിക്കാൻ പറ്റിയാൽ അതുകൊണ്ട് ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചത്. കണ്ടോ, നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമ്മൾ പൊടിക്കുന്ന സാമ്പാർ പൊടിയുടെ സ്മെല്ലേ. നമ്മൾ കടയിൽ നിന്ന് മായം ചേർന്ന പൊടി മേടിച്ചാണ് നമ്മൾ സാമ്പാർ വെക്കുന്നത്.
ഇങ്ങനെ സുന്ദരമായ സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കാം. ഇനി എല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്യുവാണ്, കാരണം രണ്ടായിട്ടല്ലേ പൊടിച്ചത് കൊണ്ട്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നല്ലൊരു സാമ്പാർ പൊടിയാണ് നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ ഈ സാമ്പാർ പൊടി ഇട്ട് സാമ്പാർ വെച്ചാൽ. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.